ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് ഖീർ, അതായത് നമ്മുടെ ക്യാരറ്റ് പായസമാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്യാരറ്റ് ഒരു 2 വലിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വേവിച്ചതാണിത്. കുക്കറിലിട്ടൊരു 3-4 വിസിൽ അടിച്ച് വേവിച്ച് നന്നായിട്ട് വേവിക്കുക. പിന്നെ പാല്, ഒരു 500 ml പാലുണ്ട് ഇത്. പിന്നെ പഞ്ചസാര 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമില്ല. പിന്നെ കുറച്ച് കശുവണ്ടി, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇത്രയാണ് വേണ്ടത്. കശുവണ്ടി പരിപ്പ് അതായത് ഒരു 3-4 എണ്ണം എടുത്ത് ഇങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇത്രയും സാധനം മതി. ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇതേ ഞാനത് അരച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 1-2 ചെറിയ കഷ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഫുൾ നന്നായിട്ട് അരക്കിയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതേ ഞാൻ പാലൊഴിച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. നല്ല ടേസ്റ്റാണ്. ക്യാരറ്റൊക്കെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിൽ അറിയാലോ, ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. കഴിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ മാർഗം നോക്കാം. ക്യാരറ്റിൻ്റെതായിട്ട് ആ ഒരു പച്ച സ്വാദം അതൊന്നും ഉണ്ടാവില്ല വേവിച്ചത് കാരണം. പിന്നെ പായസമല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. നമുക്ക് ഇത് ഇട്ട് തന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അത് ഇളക്കിയിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. ഇപ്പോൾ വൈകിട്ടൊക്കെ കുട്ടികൾ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണിത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് ഉണ്ടാക്കുക, ഒരുപാട് സമയമൊന്നും അതിന് ആവശ്യമില്ല. ക്യാരറ്റ് വേവിച്ച് ഒന്ന് അരച്ചെടുക്കുക, പിന്നെ പാല് തിളപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഏലക്കാപ്പൊടി കുറച്ചൊരു 1/4 ടീസ്പൂൺ. ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, തീരെ പൊടിയില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് അങ്ങനെ ഇരിക്കുന്നത്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നിറം മാറിയത് കണ്ടോ, നിറം മാറും. ഒരു 10 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നല്ല കളറ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.